ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മകൾ പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു. പുതിയ കൂട, പുതിയ ബാഗ്, അതുപോലെ തന്നെ പുതിയ നോട്ട്ബുക്കുകൾ, കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചു. കാരണം 8ാം ക്ലാസ്സിലേക്കാണല്ലോ. ഒരുപാട് പേര് ഇതുവരെ UP സ്കൂളുകളിൽ നിന്ന് മാറിയിട്ട് ഇനി വലിയൊരു സ്കൂളിലേക്ക്, ഹൈസ്കൂളിലേക്ക് പോകുകയായിരിക്കും. നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ സ്കൂൾ ആയതുകൊണ്ട് എല്ലാം പുതിയതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് ഒരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കും കൂടെയാണ്. അതെന്താ സാറേ, പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും കിട്ടാറുള്ളത് എന്ന് ആലോചിക്കുന്നെങ്കിൽ, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് മാത്രമല്ല പുതിയ സിലബസ് കൂടിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ പുതിയ സിലബസിലല്ലേ മക്കൾ പഠിച്ചത്. ഇനി 8ാം ക്ലാസ്സിൽ നിങ്ങൾ പുതിയ സിലബസിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. ഈ കൊല്ലത്തെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുകയുണ്ടായി. അതിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ചാപ്റ്റേഴ്സിൻ്റെ പേരൊന്ന് വായിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ ഞാൻ പറഞ്ഞുതരാം. നാളെ ഒന്നാമതായിക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. രണ്ടാമത്തത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നുള്ളതാണ് 4ാമത്തെ ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. 6ാമത്തേതാണെങ്കിലോ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്നതും. 7ാമത്തെ ചാപ്റ്റർ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുന്നുണ്ടാവും, സാറേ 7 ചാപ്റ്ററാണ് ഉള്ളത്. അല്ല, നിങ്ങൾക്കിത് പാർട്ട് 1 ആണ്. ഇതുപോലെ ഒരു പാർട്ടും കൂടെ വരാനുണ്ട്. ഏകദേശം 14ഓളം ചാപ്റ്റേഴ്സ്, 14 കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല, 14ഓളം ചാപ്റ്റേഴ്സ്. എങ്ങനെ വന്നാലും ഒരു 12 മുതൽ 14ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷന് വേണ്ടി പഠിക്കാനുണ്ടായിരിക്കും. ശരിക്കും ഈ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന് പറഞ്ഞ് 2ആക്കിയിട്ട് മാറ്റാണ്. പക്ഷേ 8ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സോഷ്യൽ എന്ന് പറയുന്ന ഒരൊറ്റ ഏരിയയുടെ ഉള്ളിൽ ശരിക്കും വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ ഭാഗമുണ്ട്, ജിയോഗ്രഫിയുടെ ഭാഗമുണ്ട്, എക്കണോമിക്സിൻ്റെ ഭാഗമുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമുണ്ട്. ഈ 4 ഭാഗങ്ങളും കൂടെ കൂടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെ കാര്യം എന്ന് പറയുന്നത് അവിടെയെല്ലാം നിങ്ങളുടെ ടോപ്പിക്കുകൾ ഒന്നും കൂടെ വിശാലമാക്കിയിട്ട് ഒന്ന് അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കൊല്ലമാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കൊല്ലൻ്റെ മക്കൾ അറിഞ്ഞില്ലേ, 8ാം ക്ലാസ്സിൽ തോൽവി വന്ന വർഷം. അടുത്ത വർഷവും 8ാം ക്ലാസ്സിൽ തോൽവിയുണ്ട്. പഠിക്കാത്ത മക്കൾ അഥവാ ആർക്കെങ്കിലും മാർക്ക് സ്കോർ ചെയ്തില്ല എങ്കിൽ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും കൂടെ വന്നിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾ വിടുന്നൊരവസ്ഥയിലാണുള്ളത് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്, നമ്മുടെ സൈലത്തിൻ്റെ യോദ്ധാ ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ എന്താ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോകുകയല്ലേ, പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയല്ലേ, പുതിയ നോട്ട് ബുക്ക് വാങ്ങിയല്ലേ, പുതിയ ബാഗും പുതിയ കുടയും വാങ്ങില്ലേ. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? യോദ്ധാ ബാച്ചിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ. നമ്മൾ പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ള മക്കളായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അടിപൊളിയായിട്ട് നമ്മൾ അവിടെ പഠിക്കണം. 8ാം ക്ലാസ്സിൽ വലിയ സ്കോറുകൾ വാങ്ങിയിട്ട് 9ാം ക്ലാസ്സിൽ അതിലും നന്നായി പഠിച്ചിട്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇപ്പോഴേ നടന്നു തുടങ്ങാം. നമുക്ക് ഒരുമിച്ചിട്ട് നടക്കാം. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.